ഈ ചങ്കുകളെ എനിക്കിവിടെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം പനിയും പിടിച്ച് ഇത്തിരി വെട്ടുകേക്ക് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി വെട്ടുകേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 4 മുട്ടയും ഒരു 1/2 കിലോ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഏലക്കായും ചെറിയ രീതിയിൽ ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ബട്ടർ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും രുചി നമുക്ക് വെട്ടുകേക്കിന്. പക്ഷേ എനിക്ക് ബട്ടറിൻ്റെ ആ ഒരു ഇത് ഇത്ര പിടിക്കാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വെട്ടുകേക്ക് കുഴയ്ക്കുന്ന അത് കാണാം. ഓക്കെ, അപ്പോഴേ നമ്മൾ വെട്ടുകേക്കിനുള്ള മാവാണ് കേട്ടോ, മൈദ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനാണ് അളന്നെടുക്കുന്നത്. ഞാൻ ഏകദേശം 1 കിലോ മാവിനിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ് വെട്ടുകേക്ക്. ഇതെല്ലാം ഒന്ന് കണ്ട് നൊയമ്പൊക്കെ ആയിട്ട് കണ്ടു വെച്ചേക്കുന്നവർക്ക് കൊള്ളാം. കാരണം അത്യാവശ്യം നമുക്ക് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് വെട്ടുകേക്ക്. അപ്പോൾ 1 കിലോയെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ശകലം കൂടെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഉണ്ടാക്കുകയല്ലേ, കുറച്ച് ദിവസം ഇരിക്കട്ടെ. അപ്പം ഈ മാവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. വെട്ടുകേക്കിൻ്റെ മൈദാമാവാണ് കേട്ടോ, നല്ല ശുദ്ധമായ മൈദാമാവ്. അതിനുശേഷം നമ്മൾ 1 പൊടി ഉപ്പ് അതിനകത്തിട്ട് കൊടുക്കും കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം. എന്നിരുന്നാലും ഞാൻ ആ മുട്ടയുടെ കളറിൽ വെച്ച് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കേക്ക് കുഴയ്ക്കാനുള്ള റെസിപ്പി. പഞ്ചസാര, അതുപോലെ ഏലക്ക, മുട്ട, ശകലം ബേക്കിംഗ് സോഡ പൊടി കേട്ടോ. അപ്പം നമുക്ക് കുഴച്ചെടുക്കാം. കുഴപ്പിലാണ് കാര്യം ഇരിക്കുന്നത് മക്കളെ. ഞാൻ ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പം ഫ്രിഡ്ജ് അടച്ച വഴി 3 മുട്ട പൊട്ടി അതിനകത്തിരിക്കുന്ന കേട്ടോ. ചേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടിയാവുമെന്ന് എനിക്കറിയാമോ. പിന്നെ അതെടുത്തങ്ങ് വെട്ടുകേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നൊയമ്പല്ലേ, ചേട്ടനല്ലാതെ മുട്ട നേരത്തെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പൊട്ടിച്ച മുട്ട ഒരുപാട് നേരം നമ്മൾ വെച്ചുകൊണ്ടിരുന്നോളാം. അപ്പം നമ്മൾ മാവ് കുഴയ്ക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഇതിനകത്ത് ഇട്ടു. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം. കളറൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ കളറൊന്നും നമുക്ക് വിശ്വസിച്ച് കടയിൽ നിന്ന് മേടിക്കുന്ന കളറൊന്നും ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ വേണമെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാൻ, കേക്കിനൊരു കളർ അത്യാവശ്യമുള്ളവർക്കാണ് കേട്ടോ. എനിക്കെന്തായാലും അത് വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് മഞ്ഞൾപ്പൊടിയും വേണ്ട. ഈ കളറിൽ തന്നെ നമുക്കങ്ങ് പോകാം. നല്ലതായിട്ട് കുഴയ്ക്കണം. പനിയൊക്കെ പിടിച്ചും കൊണ്ട് നമ്മളെ വലിയ ഇച്ചിരി പാടുള്ളതാണ് ഈ കേക്കിൻ്റെ കുഴപ്പ് കേട്ടോ. അപ്പം പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ എഴുതിയപ്പോൾ വഴക്കുറയും. ഈ വയ്യാത്ത സമയത്ത് തന്നെ നിനക്കിത് ഉണ്ടാക്കണമെന്ന് ചോദിക്കും കേട്ടോ. മുട്ട പൊട്ടിയ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഏകദേശം മാവെല്ലാം എല്ലായിടും മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് കണ്ടോ. ഇനി നമ്മളത് കുഴച്ച് ഉരുട്ടി നമ്മുടെ കുഴപ്പ് എത്രത്തോളം നല്ലതാവുന്നു അത്രയും മയം കിട്ടും ഈ മാവിന്. പിന്നെ നമുക്ക് വെള്ളം എന്തെങ്കിലും ഇത്തിരി കുറവ് പോലെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഒരു മുട്ടയും കൂടെ ഉടച്ചൊഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വീണ്ടും നമുക്ക് മാവ് നല്ലതായിട്ട് കുഴഞ്ഞ് വരാത്തതുകൊണ്ട് ഞാൻ ഒരു മുട്ടയും കൂടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ ശരിയാവും. മാവ് ഇച്ചിരി കൂടുതലെടുത്തില്ല. കണക്കിലുള്ള മാവല്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. മാവ് ഇച്ചിരി കൂടെ ഞാൻ എടുത്തു. 1 കിലോ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം നമ്മൾ ഈ പരുവത്തിന് വരും. ഇപ്പം റെഡിയായി കേട്ടോ. അപ്പോൾ അതാ കുഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത്. അപ്പം ഞാൻ കുഴച്ചുരുട്ടിയിട്ടൊക്കെ കാണിക്കാം ഗൈസ്. അങ്ങനെ നമ്മുടെ വെട്ടുകേക്കിൻ്റെ കുഴപ്പൊക്കെ ഏകദേശം റെഡിയായി വന്നിരിക്കുന്നു. കണ്ടല്ലേ, ഇതാണ് വെട്ടുകേക്കിൻ്റെ കുഴപ്പ്. എന്നാലും എത്രയും നമ്മളൊന്ന് മയം വരുത്താമോ അത്രയും നല്ലതാണ് കേട്ടോ. ആരെങ്കിലും കണ്ട ഇന്ന് തന്നെ വഴക്ക് പറയും. കാരണം ഭയങ്കര പനിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ചെവിയിൽ ഇത്തിരി മരുന്ന് കഴിച്ചപ്പോൾ ചെവിവേദനയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. എന്നിരുന്നാലും മുട്ട ഉടഞ്ഞതുകൊണ്ട് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ, ഉണ്ടാക്കിയേ പറ്റത്തുള്ളായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെട്ടുകേക്കിൻ്റെ മാവെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വെട്ടുകേക്ക് ഉണ്ടാക്കിയിട്ട് വെട്ടുകേക്കുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം മാവ്, കണ്ട ഇങ്ങനെ ഇരിക്കണം മാവ്. ഇനി ഞാൻ ഇട്ട് എനിക്ക് എത്ര ദൂരം ഇട്ടിയാലും
എത്രത്തോളം നമ്മളതിനെ മയം വരുത്തി കൊടുക്കാമോ അത്രത്തോളം ആ കേക്കിന് നല്ല മുരുമരായിരിക്കും. നമ്മുടെ വെട്ട് കേക്കിൻ്റെ പരുവത്തിന് ഞാനിങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. അടുക്കളയിൽ നിന്ന് കൊണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ, കറിക്ക് അരിഞ്ഞ ഭാഗമായിട്ട് ഞാൻ ഇവിടെയാണ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വെട്ട് കേക്ക് ഇനി അത് വെട്ടി റൗണ്ടാക്കുന്നതിന് വെട്ട് വേണ്ടേ. അപ്പോൾ നമ്മൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഞാനിങ്ങനെയാണ് വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1 2 3 4. അപ്പോൾ ആ ചെറുത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇത്രയേ ഉള്ളൂ വെട്ട് കേക്കിൻ്റെ പരിപാടി. നമ്മളങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ചേച്ചി ഇത് എവിടെ നിന്ന് പോയി പഠിച്ചെന്നൊക്കെ വിചാരിക്കുമായിരിക്കും കേട്ടോ. ചേച്ചി എങ്ങും അധ്യാപകരോടൊന്നും പോയി പഠിച്ചതല്ല കേട്ടോ. പണ്ടത്തെ പാചകങ്ങളൊക്കെ കണ്ട് മനഃപ്പാഠമാക്കിയതാണ് ചേച്ചിക്ക് ഒരുപാട് വിദ്യാഭ്യാസം, ഒരുപാടൊന്നല്ല, സാധാ എല്ലാവർക്കും വേണ്ടിയ വിദ്യാഭ്യാസം പോലും ചേച്ചിക്കില്ല. എന്നിരുന്നാലും ചേച്ചിയുടെ ബുദ്ധി ഉപയോഗിച്ച് ചേച്ചി ഇവിടം വരെ വന്നിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നിങ്ങളെല്ലാവരും ഒരിക്കലും നിരാശപ്പെടേണ്ട. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്ക് വീട്ടിൽ ഇരുന്നാലും 10 പൈസ മേടിക്കുക. ഒറിജിനൽ സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാമെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ മാവ് അങ്ങോട്ട് എടുക്കുക, ഉരുട്ടി റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പരുവത്തിന് നമ്മൾ ഇതിനകത്തിട്ട് 2 ഉരുട്ടുമ്പോൾ കൃത്യമായിട്ട് അത് കറക്റ്റ് നമ്മുടെ ആ ഒരു വെട്ട് കേക്കിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം കേക്ക് വെട്ടുന്ന എല്ലാവരും കണ്ടല്ലോ. ഞാൻ കേക്ക് പരുവമാക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വീഡിയോ കൂടെ എടുത്ത് വെച്ച് ഒന്നിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. കണ്ട, ഇതാണ് നമ്മുടെ വെട്ട് കേക്ക്. ചെറുത് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം കേട്ടോ. വലുത് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം. ഈ അളവ് തന്നെ ആകുമ്പോൾ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ വലിയ കുട്ടന്മാരാകും കേട്ടോ. വലിയ കുട്ടന്മാരാകും കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചായക്ക് ഒരെണ്ണം മതി. ഇത് കുറേ ആക്കിയതിന് ശേഷം മാത്രമേ ചേച്ചി ഇത് ഫ്രൈ ആക്കാൻ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. നമ്മുടെ കേക്കിൻ്റെ കുട്ടന്മാരെയൊക്കെ വെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇനി ധാരാളം ഉണ്ട് വെട്ടാനെ കൊണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ചട്ടിയിലോ അങ്ങനെ വെക്കാവൂ. അലുമിനിയം ചട്ടിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പം കരിഞ്ഞു പോകും. അപ്പം സിമ്മിൽ മാത്രമേ തീ കിടക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കുട്ടന്മാരെ ഓരോരുത്തരെയായിട്ട് അങ്ങോട്ട് പറക്കിയിടാം. എനിക്ക് തോന്നുന്നു എണ്ണ ചൂടായെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നോക്കാം. ശകലം കൂടെ ചൂടാവാനുണ്ട് കേട്ടോ. പിന്നെ കിടക്കട്ടെ. അപ്പം ഓരോരുത്തരെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വേണം ഇത് വേവാനെ കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവൂല കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചെറിയ തീയിൽ വേണം കേക്ക് നമ്മൾ എടുക്കാനെ കൊണ്ട്. കുറച്ച് നേരം കിടക്കണം ചെറിയ തീയിൽ. ഇപ്പോൾ വലിയ ചട്ടിയായതുകൊണ്ട് കുറേയധികം കേക്ക് എനിക്ക് ഇതിനകത്ത് ഒന്നിച്ച് തന്നെ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കേക്കിൻ്റെ വെട്ടൊക്കെ കണ്ടല്ല, ഇനിയും ധാരാളമായിട്ട് ഇരിക്കുന്നു ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം ചെറിയ തീയിൽ അതങ്ങനെ കിടക്കട്ടെ. മക്കളെ, നമ്മുടെ വെട്ട് കേക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്, ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ചേച്ചി വീണ്ടും വരാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. ഓക്കെ, ബൈ.